ഹായ് എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഞാനിന്ന് സംസാരിക്കുന്നത് ഹെമ്പ് സീഡ് എന്ന് പറയുന്ന ഒരു സീഡിന്റെ ബെനിഫിറ്റ്സിനെ കുറിച്ചിട്ടാണ്. ഹൈലി ന്യൂട്രീഷ്യസ് ആയിട്ടുള്ളതും നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ളതും വളരെ ചീപ്പായിട്ട് നമുക്ക് മാർക്കറ്റിൽ നിന്ന് ലഭിക്കുന്നതുമാണ്. ഓൺലൈൻ സ്റ്റോറുകളിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ഇത് ലഭ്യമാകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ബെനിഫിറ്റ് ഒക്കെ കേട്ടിട്ട് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ ഓൺലൈൻ സ്റ്റോറുകളിൽ നിന്നും മേടിക്കേണ്ടതാണ്. അപ്പോൾ അതിന് മുൻപ് നമ്മൾ പേഴ്സണലൈസ്ഡ് ഡയറ്റ് പ്ലാൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾ താഴെ കാണുന്ന നമ്പറിൽ എന്നെ കോൺടാക്ട് ചെയ്യാം. അപ്പോൾ ഇതിന്റെ ഫസ്റ്റ് ബെനിഫിറ്റ്സ് എന്ന് പറയുമ്പോൾ ഒരു 2 ടേബിൾ സ്പൂൺ ഈ ഹെമ്പ് സീഡിന്റെ പൗഡറിൽ ഓൾമോസ്റ്റ് ഒരു 6 to 7 ഗ്രാം പ്രോട്ടീൻ അടങ്ങിയിട്ടുണ്ട്. അതായത് ഒരു മുട്ട കഴിക്കുമ്പോൾ നമുക്ക് ഏകദേശം 6 to 7 ഗ്രാം പ്രോട്ടീൻ ആണ് അവൈലബിൾ ആവുന്നത്. അപ്പോൾ നമുക്കൊരു രണ്ടാമത്തെ ഒരു ബെനിഫിറ്റ് എന്ന് പറയുന്നത് omega-3 ഫാറ്റി ആസിഡ് അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ ശരീരത്തിലെ ഇൻഫ്ലമേഷൻ കുറയ്ക്കാനായിട്ട് സഹായിക്കും, അതായത് വീക്കം കുറയ്ക്കാനായിട്ട് സഹായിക്കും. പിന്നെ omega-6 ഫാറ്റി ആസിഡും omega-3 ഫാറ്റി ആസിഡിന്റെയും റേഷ്യോ വരുന്നത് ഒരു ബാലൻസ്ഡ് റേഷ്യോ ആണ്, അതായത് 3:1 ആണ് വരുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഹാർട്ടിന്റെ ഹെൽത്ത് ഇംപ്രൂവ് ചെയ്യാനായിട്ട് ഇത് വളരെ നല്ല രീതിയിൽ ഈ സീഡ് ഹെൽപ്പ് ചെയ്യും. അടുത്തൊരു ബെനിഫിറ്റ്സ് എന്ന് പറയുമ്പോൾ മാഗ്നീഷ്യം ധാരാളം അടങ്ങിയിട്ടുണ്ട്. സാധാരണ ഈ സീഡിൽ ഓക്സാലൈറ്റ് വളരെ ലോ ആണ്. അതുകൊണ്ട് തന്നെ ന്യൂട്രീഷ്യൻസിന്റെ അബ്സോർപ്ഷൻ ഇത് കുറയ്ക്കില്ല. കാരണം ഇതിൽ ഓക്സാലൈറ്റ് വളരെ കുറവാണ്. ഏറ്റവും ഓക്സാലൈറ്റ് കുറവുള്ള ഒരു സീഡും കൂടിയാണ് ഈ ഹെമ്പ് സീഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ മാഗ്നീഷ്യം ധാരാളം അടങ്ങിയിട്ടുണ്ട്. അതായത് 3 ടേബിൾ സ്പൂൺ ഈ ഹെമ്പ് സീഡിൽ ഏകദേശം 210 mg മാഗ്നീഷ്യം അടങ്ങിയിട്ടുണ്ട്. അതായത് നമ്മുടെ 50% തൊട്ട് 60% വരെ നമ്മുടെ ഡെയിലി മാഗ്നീഷ്യം റിക്വയർമെന്റ്സ് മീറ്റ് ചെയ്യും. അതായത് മാഗ്നീഷ്യം എന്ന് പറയുമ്പോൾ നമുക്ക് വൈറ്റമിൻ ഡി ആക്ടിവേറ്റ് ചെയ്യണമെങ്കിൽ മാഗ്നീഷ്യം വളരെ അത്യാവശ്യമാണ്. അതുപോലെ നമ്മുടെ സ്ലീപ്പിന്റെ ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യണമെങ്കിൽ മാഗ്നീഷ്യം വളരെ നല്ല രീതിയിൽ സഹായിക്കും. പിന്നെ നമ്മുടെ ക്രാംസ്, പ്രത്യേകിച്ച് ലെഗിൽ വരുന്ന ക്രാംസ്, കാഫ് മസിൽസിൽ വരുന്ന ക്രാംസ് കുറയ്ക്കാനായിട്ട് വളരെ നല്ല രീതിയിൽ സഹായിക്കും. എസ്പെഷ്യലി ചിലവർക്ക് രാത്രി ക്രാംസ് ഉണ്ടാവും, ലെഗിൽ രാത്രി ഉറങ്ങുമ്പോൾ ക്രാംസ് ഉണ്ടാവും. അങ്ങനെയുള്ളവർക്കൊക്കെ ഇത് ആഡ് ചെയ്യുന്നത് വളരെ നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും. പിന്നെ ഇത് ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള ഫൈബറാണ്. അതുകൊണ്ട് തന്നെ ഈസി ആയിട്ട് ഡൈജസ്റ്റ് ചെയ്യാൻ പറ്റും. അത് മാത്രമല്ല ബ്ലോട്ടിംഗ് ഒന്നും ഉണ്ടാകില്ല. അടുത്തൊരു കാര്യം എന്ന് പറയുമ്പോൾ നമ്മൾ ഇത് റോസ്റ്റ് ചെയ്ത് കഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അതിന്റെ ഫാറ്റിന്റെ കണ്ടന്റ് കുറയും നമ്മൾ ഓവറായിട്ട് റോസ്റ്റ് ചെയ്ത് കഴിച്ചു കഴിഞ്ഞാൽ. റോ ഫോമിൽ കഴിക്കുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത്. കാരണം ഓക്സാലൈറ്റ് കുറവായതുകൊണ്ട് തന്നെ റോ ഫോമിൽ നിങ്ങൾ പൊടിച്ച് നമ്മൾ കേർഡിന്റെ കൂടെ ആഡ് ചെയ്ത് കഴിക്കുന്നതായിരിക്കും. കേർഡോ മിൽക്കിന്റെ കൂടെയൊക്കെ നമ്മൾ ആഡ് ചെയ്ത് കഴിക്കുന്നതായിരിക്കും കുറച്ചും കൂടി ബെറ്റർ ഓപ്ഷൻ. അടുത്തൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ അയൺ ആയാലും കോപ്പർ ആയാലും ധാരാളം അടങ്ങിയിട്ടുണ്ട്. നോൺ ഹീം അയൺ ആണ് ഇതിൽ കൂടുതലായിട്ട് അടങ്ങിയിരിക്കുന്നത്. പിന്നെ നമ്മുടെ പ്രീ മെൻസ്ട്രൽ സിംറ്റംസ്, അതായത് ചിലവർക്ക് ഈ മെൻസസിന് ഒരു വീക്ക് മുന്നോ 2 ആഴ്ച മുൻപോ നമുക്ക് ചിലവർക്ക് മൂഡ് സ്വിങ്സ് സ്റ്റാർട്ട് ചെയ്യും. ചിലവർക്ക് ബ്രസ്റ്റിൽ ടെൻഡർനെസ്, ഹെഡേക്ക്, അങ്ങനെ കുറെ ഓരോ വ്യക്തികളും ഡിഫറെൻ്റ് ആണ്. അപ്പോൾ ഈ പ്രീ മെൻസ്ട്രൽ സിംറ്റംസ് കുറയ്ക്കാനായിട്ട് ഇത് വളരെ നല്ല രീതിയിൽ സഹായിക്കും. പിന്നെ ഇതിൽ ധാരാളം വൈറ്റമിൻ ഇയും ഹെൽത്തി ഫാറ്റ് ഉള്ളത് കൊണ്ട് തന്നെ നമ്മുടെ സ്കിന്നിലെ ഹൈഡ്രേഷൻ ഇംപ്രൂവ് ചെയ്യാനായാലും ആക്നെ കുറയ്ക്കും. നമ്മുടെ ഹെയർ സ്ട്രെങ്തൻ ചെയ്യാനായാലും ഇത് വളരെ നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യും. പിന്നെ സ്കിൻ ബാരിയർ, ചിലവർക്ക് സ്കിൻ ബാരിയർ നഷ്ടപ്പെട്ട് കാരണം എപ്പോഴും റെഡ്നെസ്സും പിമ്പിൾസ് ഒക്കെ എപ്പോഴും വരും എന്ത് പ്രൊഡക്റ്റ് യൂസ് ചെയ്താലും. അപ്പോൾ നമ്മുടെ സ്കിൻ ബാരിയർ ഇംപ്രൂവ് ചെയ്യാനായിട്ട് ഇത് വളരെ നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ പറയുകയാണെങ്കിൽ നമ്മളെല്ലാവരും നമ്മുടെ ഡയറ്റിൽ ഉൾപ്പെടുത്തേണ്ട ഒരു സീഡാണ് ഈ ഹെമ്പ് സീഡ്. ഒരു 3 ടേബിൾ സ്പൂണോളം നമ്മൾ ഡെയിലി കേർഡിലൊക്കെ മിക്സ് ചെയ്ത് കഴിക്കുന്നത് വളരെ നല്ലൊരു ഓപ്ഷനാണ്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ വരുന്നവരെ സ്റ്റേ ട്യൂൺ, സ്റ്റേ ഹെൽത്തി, ബൈ.